ഹായ്, അപ്പോൾ എല്ലാവർക്കും ലേറ്റസ്റ്റ് സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻകം ടാക്സിൻ്റെ പുതിയൊരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരു നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചു, സന്തോഷം. തുടർന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, നമ്മൾ ഇൻകം ടാക്സിലെ സാലറി എന്ന് പറയുന്ന ഒരു ഹെഡാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻകം ഫ്രം സാലറി. അപ്പോൾ സാലറിയെ കുറിച്ച് പറയുമ്പോൾ ഇൻകം ടാക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹെഡാണ് സാലറി എന്ന് പറയുന്നത്. സെക്ഷൻ 15 to 17 വരെയുള്ള ഭാഗങ്ങളിലാണ് സാലറിയെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. സെക്ഷൻ 15 to 17. സോ ബിഫോർ ഗോയിങ് ടു ദാറ്റ് നമുക്ക് ചെറിയൊരു കാര്യം മനസ്സിലാക്കുക. സെക്ഷൻ 14. വാട്ട് ഈസ് സെക്ഷൻ 14? സെക്ഷൻ 14 എന്ന് പറയുന്നത് ഹെഡ്സ് ഓഫ് ഇൻകത്തെ കുറിച്ച് പറയുന്ന സെക്ഷനാണ്. ഹെഡ്സ് ഓഫ് ഇൻകം. ഹെഡ്സ് ഓഫ് ഇൻകം ഏതൊക്കെയാണ് നമുക്കറിയാം. ഏതെല്ലാമാണ് ഹെഡ്സ് ഓഫ് ഇൻകം? അറിയാം. ഇൻകം ഫ്രം സാലറി, ഇതാ ഇവൻ തന്നെ ഫസ്റ്റ് ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ആൻഡ് ഈ 4 ഹെഡിലും വരാത്തത് എല്ലാം കൂടി അതർ സോഴ്സ്. സോ ദീസ് ആർ ദി 5 ഹെഡ്സ് ഓഫ് ഇൻകം. സാലറി എന്ന് പറയുന്ന ഒരാൾക്ക് കിട്ടുന്ന, എംപ്ലോയറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വ്യത്യസ്തമായുള്ള കാര്യങ്ങളാണ് സാലറി. ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം. നിങ്ങൾക്ക് 2 വീടിൻ്റെ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് കിട്ടുന്ന വാടക എന്ന് പറയുന്ന വരുമാനം. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം. ബിസിനസ് ഓഫ് പ്രൊഫഷൻ. ക്യാപിറ്റൽ ഗെയിൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസറ്റ് മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വിറ്റിട്ട് ലാഭം ഉണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് വന്നാൽ. അല്ല, ഇതിലൊന്നും പെടാത്ത മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലഭിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഇതിലൊന്നും പെടാത്ത, പരാമർശിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനമായിട്ട് ഉൾക്കൊള്ളിക്കുന്ന ഭാഗമാണ് അതർ സോഴ്സ്. ഓക്കെ, ഈ 5 ഹെഡും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം. സോ വാട്ട് ഈസ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വളരെ സിമ്പിളായിട്ട് പറയാം. അഗ്രിഗേഷൻ ഓഫ് ദീസ് 5 ഹെഡ്സ്, അല്ലെങ്കിൽ ടോട്ടൽ ഓഫ് ദീസ് 5 ഹെഡ്സ് കാൾഡ് ആസ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും നമ്മുടെ ടാക്സ് അതോറിറ്റി നമുക്ക് നൽകിയിട്ടുള്ള ചില ഇളവുകളുണ്ട്. ഡിഡക്ഷൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U. 80C മുതൽ 80U വരെയുള്ള സെക്ഷനിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കുന്നതാണ്. സോ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് അതൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം. ഈ ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ പുറത്താണ് ടാക്സ് ലയബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇത്രേ ഉള്ളൂ. ഇൻകം ടാക്സ് എന്ന് പറയുന്ന സംഭവം ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണല്ലേ ഇൻകം ടാക്സ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രോസ് ടോട്ടൽ ഇൻകം കാണുന്നു. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് എന്താണ്? കുറയ്ക്കാനുള്ള മുഴുവൻ കുറയ്ക്കുന്നു. then നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുന്നു. ഈ ടോട്ടൽ ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ പുറത്ത് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടാക്സ് ലയബിലിറ്റി. അപ്പോൾ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു പോലെ ഈ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഇത് ചിലപ്പം ഏൺ ചെയ്യുന്നത് ഇതൊരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം ആവും. ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടേതാവാം അല്ലേ? അതല്ലെങ്കിൽ ചിലപ്പോൾ ഈ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഒരു കമ്പനിയുടേതാവാം. അതുമല്ലെങ്കിൽ ഒരു HUFൻ്റെ ആവാം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. AOP ഓർ BOI ഇവരുടേതാവാം. അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ഒരു ഫേമിൻ്റെ ആവാം. ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ ആവാം അല്ലേ? ലോക്കൽ അതോറിറ്റി ആവാം. ഇങ്ങനെ ഇവരുടേത് ഏതെങ്കിലുമൊക്കെ പെട്ടതായിരിക്കാം ഈ ടോട്ടൽ ഇൻകം. സോ ഇവരുടേതെല്ലാം ടാക്സ് ലയബിലിറ്റി തീരുമാനിക്കുക എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ്. ഇപ്പോൾ സപ്പോസ് ഇത് ഇൻഡിവിജ്വലിൻ്റെ ആയിരുന്നു എങ്കിൽ ടോട്ടൽ ഇൻകം, ഇത് ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ഇൻകം അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന വ്യക്തി അതൊരു
നോർമൽ ഇൻഡിവിജ്വൽ ആണോ നോക്കണം, അതായത് 60 വയസ്സിന് താഴെയുള്ള ആളുകൾ അല്ലേ, ഇൻഡിവിജ്വൽ ആണോ നോക്കണം. അതല്ല ഇയാളൊരു സീനിയർ സിറ്റിസൺ ആണോ നോക്കണം, അതല്ല ഇയാളൊരു സൂപ്പർ സീനിയർ സിറ്റിസൺ ആണോ നോക്കണം. ഈ 3 വിഭാഗങ്ങളിലും ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ലാബ് റേറ്റുകളിൽ മാറ്റം വരും. അതിനനുസരിച്ച് നമ്മുടെ ടാക്സ് ലയബിലിറ്റിയിൽ മാറ്റം വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ്. ഓക്കെ, സോ അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഈ അവസാന ഭാഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഇൻഡിവിജ്വലിൻ്റെ സ്ലാബ് റേറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്ത ആളുകൾ എന്ത് ചെയ്യുക, ഒക്കെ ഒന്ന് കാണാം. സോ ഇവിടെ നമുക്കറിയാം ഇതിലെ ഒന്നാമത്തെ ഹെഡാണ് ഇൻകം ഫ്രം സാലറി. ഇൻകം ഫ്രം സാലറി ഈസ് ഫസ്റ്റ് ഹെഡ് ഓഫ് ഇൻകം ടാക്സ്. അതോടൊപ്പം തന്നെ ഒരു മേജർ ഹെഡ് കൂടിയാണ്. ഇപ്പോൾ ഈ 4 മറ്റ് സോഴ്സുകളുണ്ടല്ലോ, ഇവിടെ മുതൽ ഇവിടെ വരെയുടെ ഇത് മുഴുവൻ കൂട്ടിയാലും ചിലപ്പം സാലറിയുടെ അടുത്തേക്ക് എത്തില്ല, അല്ലെങ്കിൽ ഇതൊക്കെ പാട് കൂടിയിട്ടായിരിക്കും അത്രയും വലുപ്പം സാലറിക്ക് ഉണ്ടാവില്ല. അപ്പോൾ സാലറി എന്ന് പറയുന്നത് സെക്ഷൻ 15 മുതൽ 17 വരെ ഉള്ള സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഘടകങ്ങളും കൂടി ഉൾപ്പെട്ടതാണ് സാലറി. അല്ലാതെ ഒരു എംപ്ലോയിക്ക് അദ്ദേഹത്തിൻ്റെ എംപ്ലോയറിൽ നിന്ന് കിട്ടുന്ന പ്രതിമാസം കിട്ടുന്ന ഒരു സംഖ്യ മാത്രമല്ല സാലറി എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ സാലറിയിലേക്ക് അതിൻ്റെ തിയറി ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ സാലറിയുടെ ഒരു സ്ട്രക്ചർ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് ഒരു സാലറി എന്ന് പറയുന്നതിൽ ഒരാളുടെ ടാക്സബിൾ സാലറി എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻകം ഫ്രം സാലറി എങ്ങനെ നമ്മൾ ഹൗ വിൽ കാൽക്കുലേറ്റ് ദി ഇൻകം ഫ്രം ടാക്സബിൾ സാലറി. ഓക്കെ, എങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ സാലറിയിൽ ഒരു ചെറിയൊരു ഫോർമാറ്റൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് വരച്ച് നോക്കാം കേട്ടോ. ബേസിക് പേ, അടിസ്ഥാനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയാണ് ബേസിക് പേ. ഇതിന് പുറമെ അയാൾക്ക് എന്തെങ്കിലും കമ്മീഷനോ ബോണസോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് സിമ്പിളായിട്ട് ഒരു ചെറിയൊരു ചാർട്ടാണ് വരയ്ക്കുന്നത് ബേസിക് പേ. ബേസിക് പേക്ക് പുറമെ ഒരുപാട് അലവൻസ് അയാൾക്ക് കിട്ടുന്നുണ്ടാവും, അലവൻസ്. അതിനു പുറമെ ഒരുപാട് പെർക്യൂസിറ്റ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടാവും, പെർക്യൂസിറ്റ്സ്. പിന്നെ അതിനു പുറമെ പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറി, പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറി. ദെൻ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ എന്തുണ്ടായിരിക്കും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂട്ടിയാൽ സപ്പോസ് ഇവിടെ കുറേ ഫിഗർ ഉണ്ട്, സപ്പോസ് ക്ലാസ് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. ഗ്രോസ് സാലറി. ഈ ഗ്രോസ് സാലറിയിൽ നിന്നും കുറച്ച് ഡിഡക്ഷൻസ് തന്നിട്ടുണ്ട്. ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16ലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ 16(1)(1)(a). ഓക്കെ, അത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് പരമാവധി 50,000 ആണ്, മാക്സിമം 50,000 കേട്ടോ, മാക്സിമം ആണ്, പരമാവധി 50,000. അതുപോലെ തന്നെ 2 എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. ഫുൾ എഴുതുന്നില്ല. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമേ ലഭിക്കുകയുള്ളൂ. പരമാവധി എത്രയാണ്? 5,000 ഉള്ളൂ. 5,000 ഓൺലി അപ്ലിക്കബിൾ ടു ഗവൺമെൻറ് എംപ്ലോയീസ്. അവർക്ക് ഈ ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഒരു ഭാഗമാണ് പ്രൊഫഷണൽ ടാക്സ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് എംപ്ലോയ്മെൻറ്റ് ടാക്സ്. ഓക്കെ, പ്രൊഫഷണൽ ടാക്സ്, ഓരോരുത്തരുടെയും പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഉള്ള ടാക്സ്, പ്രൊഫഷണൽ ടാക്സ് എത്രയുണ്ടെങ്കിലും അത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? വളരെ സിമ്പിളായിട്ട് ഇൻകം ഫ്രം സാലറി. ഇത്രേ ഉള്ളൂ നമ്മുടെ സാലറി എന്ന ഹെഡ് കഴിഞ്ഞു. എത്ര എളുപ്പം അല്ലേ? ഈ കാര്യങ്ങളൊക്കെ കൂട്ടുക, അപ്പോൾ ഗ്രോസ് സാലറി കിട്ടും. ഗ്രോസ് സാലറിയിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ കുറച്ചാൽ നമുക്ക് ഇൻകം ഫ്രം സാലറി കിട്ടും.
സോ ഇതാണ് അവസാനമായിട്ട് നമ്മൾ സാലറിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. സോ അതിലേക്ക് വരുന്നതിന് മുന്നേ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞതിലേക്ക് തന്നെ പോവുകയാണ്. ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് സെക്ഷൻ 15 to 17, 15 മുതൽ 17 വരെയുള്ള ഇൻകം ടാക്സിൻ്റെ സെക്ഷനിലാണ് ഇൻകം ഫ്രം സാലറിയെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് സെക്ഷൻ 15 എന്ന് നമുക്ക് ആദ്യം നോക്കാം. വാട്ട് ഈസ് സെക്ഷൻ 15? സെക്ഷൻ 15 യഥാർത്ഥത്തിൽ ചാർജിങ് സെഷൻ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ചാർജിങ് സെഷൻ സെക്ഷൻ ഇൻകം ടാക്സ് സാലറി എങ്ങനെ ചാർജ് ചെയ്യുന്നു എന്നാണ് ചാർജിങ് സെഷനിൽ പ്രധാനമായിട്ടും പറയുന്നത്. സാലറി ചാർജ് ചെയ്യുന്നതിന് ഒരു റൂള് പറയുന്നുണ്ട്. സാലറി ഷാൾ ബി ചാർജ്ഡ് ഓൺ ഡ്യൂ ബേസിസ്. ഞാൻ എഴുതാം. സാലറി ഷാൾ ബി ചാർജ്ഡ് ഓൺ ഡ്യൂ ബേസിസ്. ഡ്യൂ ബേസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് സാലറി ഡ്യൂ ആയപ്പോൾ തന്നെ നിങ്ങൾ റിസീവ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഡ്യൂ ആയപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് ആ സാലറി ആ വർഷം ചാർജ് ചെയ്യാൻ എന്താണ് ടാക്സ് അതോറിറ്റിക്ക് അവകാശമുണ്ട്. സോ സാലറി ചാർജ് ഓൺ ഡ്യൂ ബേസിസ്. മറ്റൊന്ന് പറയുന്നത് സാലറി ചാർജ്ഡ് ഓൺ റെസിപ്റ്റ് ബേസിസ്. മറ്റൊന്ന് പറയുന്നു സാലറി ഷാൾ ബി ചാർജ്ഡ് ഓൺ റെസിപ്റ്റ് ബേസിസ്. ഡ്യൂ ആവുമെന്ന് വേണ്ട, എന്താണ് നിങ്ങൾ സ്വീകരിച്ചാൽ മതി. ഇത് രണ്ടും തമ്മിലൊരു പ്രത്യേകത ഇല്ലേ. ഒരിക്കൽ പറയുന്നു ഡ്യൂ ബേസ്, മറ്റൊരിക്കൽ പറയുന്നത് എന്താണ് റെസിപ്റ്റ് ബേസ്. അപ്പോൾ ഒരു ചെറിയൊരു വാലും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. വിച്ച് എവർ ഈസ് ഏർലിയർ. ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതാണ് ചാർജിങ് സെഷനിൽ പറയുന്ന കാര്യം. ഡ്യൂ ഓർ റെസിപ്റ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. പിന്നെ ഇതിന് പുറത്ത് എന്തൊക്കെ വരും? അരിയർ സാലറി വരും. പിന്നെ അഡ്വാൻസ് സാലറി. സോ ഇത്രയും കാര്യങ്ങൾ ചാർജിങ് സെഷനിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡ്യൂ ഓർ റെസിപ്റ്റ് ബേസിസ് നിങ്ങൾക്ക് മനസ്സിലാത്തവരുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. സപ്പോസ് നിങ്ങൾ പ്രതിമാസം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാലറി സപ്പോസ് 1000 രൂപയാണെന്ന് അസ്യൂം ചെയ്യാം. 1000 രൂപയ്ക്കൊന്നും ആരും വർക്ക് ചെയ്യില്ല അറിയാം. ഒരു എക്സാമ്പിൾ 1000 rupees പെർ മന്ത് ആണ്. 1000 per month. അങ്ങനെയാണെങ്കിൽ 12 മാസത്തിൽ നിങ്ങൾക്ക് 12,000 രൂപയാണ് സാലറി ആ വർഷത്തിൽ കിട്ടുന്നത്. ഓക്കെ, യെസ്. നിങ്ങൾക്ക് കിട്ടിയത് സപ്പോസ് 16,000 സാലറി നിങ്ങൾ റിസീവ് ചെയ്തു. നിങ്ങൾ റിസീവ് ചെയ്യുന്നത് 16,000 ആണ്. അപ്പോൾ നിങ്ങൾ ടാക്സ് ചെയ്യേണ്ടത് എത്രയാണ്? 16,000 ടാക്സ് ചെയ്യണം. യഥാർത്ഥത്തിൽ നമ്മൾ 12,000 ഉള്ളൂ. പക്ഷേ നമ്മൾ സ്വീകരിച്ച എത്രയാണ് ആ വർഷം? 16,000 സാലറി റിസീവ് ചെയ്തുകൊണ്ട് നമ്മൾ 16,000 ആ വർഷം ടാക്സബിൾ ആണ്. സപ്പോസ് നിങ്ങൾ 8,000 മാത്രമേ റിസീവ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രയ്ക്ക് ടാക്സ് ചെയ്താൽ മതി? 12,000. 8,000 12,000 ടാക്സ് ചെയ്യണം. കാരണം എന്താണ്? ഇത് നിങ്ങൾ റിസീവ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ 12,000 എന്ന് പറഞ്ഞ സാധനം എന്താണ്? അത് ഡ്യൂ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ എന്താണ്? നിങ്ങൾ റിസീവ് ചെയ്യുന്നതെന്ന് നോക്കില്ല. ഡ്യൂ ഓർ റെസിപ്റ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഡ്യൂ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ടാക്സബിൾ ആയി. ഒക്കെ പോട്ടെ, നിങ്ങൾ റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. 0 റിസീവ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ടാക്സ് ചെയ്യേണ്ടി വരുമോ? നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ ചിന്തിച്ചറിയാം. നമ്മൾ ഒരു സാലറി റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു സംഖ്യ നമ്മൾ ടാക്സ് കൊടുക്കണം എന്ന് പറയാൻ പറ്റില്ല. 12,000 രൂപ ടാക്സ് കൊടുക്കണം. നല്ല കോമഡി അല്ലേ? ഒരു സാധനം നമ്മൾ സാലറി പോലും റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് 12,000 രൂപ ടാക്സ് കൊടുക്കണം അല്ലേ? എന്ത് മനോഹരമായിട്ടുള്ള ആചാരം അല്ലേ? ഇതൊക്കെയാണ് ഇൻകം ടാക്സിൻ്റെ ഓരോ നിയമാവലികൾ. അപ്പോൾ ഇതെന്താണ് ഇവിടെ സംഭവിച്ചത്? ഡ്യൂ ആയിട്ടുണ്ട്, റിസീവ് ചെയ്യാത്ത നമ്മളെ മോശമാണ്. അപ്പോൾ ഡ്യൂ ആയ സാലറി ഒക്കെ ഉണ്ടെങ്കിൽ വേഗം പോയി റിസീവ് ചെയ്യട്ടോ. പിന്നെ അതോടെ അങ്ങനെ വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല. എന്തായാലും നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. സോ ഇതാണ് ഡ്യൂ ഓർ റെസിപ്റ്റ് ബേസ് എന്ന് പറഞ്ഞ സംഭവം. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഡ്യൂ ആയാലും മതി, റിസീവ് ചെയ്താലും മതി. അത് ആദ്യം ഏത് സംഭവിക്കുന്നു ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ചാർജിങ് സെഷൻ. പിന്നെ അരിയർ സാലറി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് നിങ്ങളെന്താണ് ഒരു എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അന്ന് ടെക്നിക്കൽ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ സാലറിക്ക് ഒരു ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സാലറി കുറച്ചേ നിങ്ങൾക്ക് തന്നിട്ടില്ലായിരുന്നു. ഡ്യൂ ആയിട്ടില്ലായിരുന്നു, കുറച്ച് തന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ നിങ്ങളൊരു കേസൊക്കെ ഫയൽ ചെയ്തു. അപ്പോൾ കേസൊക്കെ ഫയൽ ചെയ്തപ്പോൾ 2 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിധിയൊക്കെ വരുന്നത്. അപ്പോൾ വിധിയൊക്കെ വന്നപ്പോൾ എന്താണ് കോടതി നമുക്ക് അനുകൂലമായിട്ടാണ് വിധി പ്രഖ്യാപിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സമയത്താവും സാലറി കിട്ടുന്നത്. അതിന് അരിയർ സാലറി എന്ന് പറയാം. അതായത് മുന്നുള്ള
ഒരു ഫോർമർ എംപ്ലോയിയുടെ കയ്യിൽ നിന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്ന സാലറിയാണ്. അങ്ങനെയാണെങ്കിൽ അതിപ്പോൾ റിസീവ് ചെയ്യുന്നത് അതന്ന് ഡ്യൂ ആയിട്ടില്ലായിരുന്നു, അങ്ങനത്തെ സംഭവം ഒന്നും ഇല്ല. ഓക്കെ, സോ അരിയ സാലറി എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സാലറിയുടെ ഭാഗം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിപ്പോൾ കിട്ടിയാൽ റിസീവ് ചെയ്തു, അത് ടാക്സ്. അഡ്വാൻസ് സാലറി, അടുത്ത കൊല്ലത്തെ സാലറി നിങ്ങൾ ഇപ്പം തന്നെ മേടിക്കുകയാണെങ്കിൽ സപ്പോസ് അല്ലേ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത കൊല്ലത്തെ സാലറി ആണല്ലോ, അതുകൊണ്ട് അത് അടുത്ത കൊല്ലം ടാക്സ് ചെയ്താൽ പോരെന്നാണ് ചോദ്യം. പോരാ, സാലറി റിസീവ്ഡ് അല്ലേ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ ആണെങ്കിൽ അതിപ്പോൾ ടാക്സ് ഉണ്ടാവും. ഓക്കെ, അതാണ് റിസീവ്ഡ് ഓർ ഡ്യൂ വിച്ചെവർ ഈസ് ഏർലിയർ എന്ന് പറഞ്ഞതിൻ്റെ ഒരു സാറിയും വഴിയും കൂടി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ ഇതാണ് സാലറിയുടെ സെക്ഷൻ 15 എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമ്മൾ പറഞ്ഞു സെക്ഷൻ 15. ദെൻ സെക്ഷൻ 16. വാട്ട് ഈസ് സെക്ഷൻ 16? എന്താ സെക്ഷൻ 16? അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡിഡക്ഷൻസ് ആണ് സെക്ഷൻ 16. ഡിഡക്ഷൻസ് ഏതൊക്കെ ഡിഡക്ഷൻസ് ഉണ്ട്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് അലവൻസിന് കൊടുക്കുന്ന ഡിഡക്ഷൻസ് ഉണ്ട്, പ്രൊഫഷണൽ ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡിഡക്ഷൻസ് ഉണ്ട്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇത് കോമൺ ആയിട്ട് 50,000 മാക്സിമം എന്ന് പറഞ്ഞാൽ അതിൽ വേറെ പഠിക്കാനൊന്നുമില്ല, അത്രയേ ഉള്ളൂ. സാലറി എന്ന് പറയുന്ന ഹെഡിൽ നിന്ന് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? 50,000 മാക്സിമം കുറയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് 50,000-ത്തിന് താഴെ ആണെങ്കിൽ ആ എമൗണ്ട് മാത്രമേ, അപ്പം 45,000 ഉള്ളൂ നിങ്ങളുടെ സാലറിയിൽ നിന്ന് മാത്രം കിട്ടുന്ന വരുമാനം. അങ്ങനെയാണെങ്കിൽ സാലറിയിൽ നിന്ന് നിങ്ങൾക്ക് 50,000 കുറയ്ക്കാനുള്ള ഓപ്ഷൻ അല്ലല്ലോ, അപ്പോൾ പരമാവധി 45,000 കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം എത്രയാണ്? 50,000 നമുക്ക് കുറയ്ക്കാം. ഓക്കെ, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് പേരിൽ തന്നെ ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. ഇപ്പോൾ ഗവൺമെൻറ് സ്ഥാപനത്തിലും പ്രൈവറ്റ് സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ ചിലപ്പം ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് അലവൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അലവൻസ് കൊടുക്കുകയാണെങ്കിൽ അത് അവർക്കൊരു ബെനിഫിറ്റാണ്. ആ അലവൻസിന് എന്ത് ചെയ്യാൻ, അതിലൊരു ഡിഡക്ഷൻ 5,000 റുപ്യ നമുക്ക് കുറച്ച് നമുക്ക് ടാക്സിന് കിട്ടുന്നുണ്ട്. അത് ആർക്ക് മാത്രമേ പക്ഷേ കിട്ടുള്ളൂ? ഗവൺമെൻറ് എംപ്ലോയിക്ക് മാത്രമേ അത് അപ്ലിക്കബിൾ ഉള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് അത് ഡിഡക്ഷൻ ഓൺലി ഫോർ ഗവൺമെൻറ് എംപ്ലോയീസ്, മാക്സിമം അല്ലെങ്കിൽ അപ് ടു 5,000. ഓക്കെ, പെർ ആനം. ഒരു വർഷത്തിൽ ആകെ 5,000, മാസത്തിൽ അല്ലാതൊക്കെ ഒരു വർഷത്തിൽ കിട്ടുന്നതാണ്. പിന്നെ പ്രൊഫഷണൽ ടാക്സ് ഓൾറെഡി പറഞ്ഞു. പ്രൊഫഷണൽ ടാക്സ് ആണ്, പ്രൊഫഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഓരോരുത്തർ ടാക്സ് അടയ്ക്കുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ അടച്ച ടാക്സ് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് ഇതിന് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വീണ്ടും നമുക്ക് വരാം. സോ ദിസ് ഈസ് സെക്ഷൻ 16. ഇനി നമുക്ക് സെക്ഷൻ 17. നമ്മളിതാണ് 15, 16, 17 ഇതാണ് സെക്ഷൻ 17 എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 17-ൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. സെക്ഷൻ 17 1, 2, 3. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിഫൈൻ സാലറിയാണ്. ഡിഫൈൻ സാലറി, സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സാലറിയുടെ പരിധിയൊക്കെ ആ ഭാഗങ്ങളിൽ വരും. ഓക്കെ, രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പെർക്വിസിറ്റ്സിനെ കുറിച്ചാണ്. പെർക്വിസിറ്റ്സ് നമ്മളിവിടെ പറഞ്ഞിട്ടാണ് പെർക്വിസിറ്റ്സ്. മൂന്നാമത്തെ കാര്യം പറയുന്നത് പ്രോഫിറ്റ് ഇൻ ലിയു ഓഫ് സാലറി. പ്രോഫിറ്റ് ഇൻ ലിയു ഓഫ് സാലറി. ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്ഷൻ 17 എന്ന് പറയുന്ന ഭാഗങ്ങളിൽ പ്രധാനമായിട്ടും വരും. ഇതൊക്കെ അനുബന്ധമായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1, 2, 3 ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതട്ടോ. 1, 2, 3. ഇതിൽ 3 എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ സബ്സെക്ഷൻ 2-ൽ വരുന്നുണ്ട്. അതാണ് അലവൻസിനെ കുറിച്ച് പറയുന്നത്. ഇത് പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ ടാക്സ് ഇൻകം ഫ്രം സാലറി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് ഏകദേശം ഓർഡർ. ബേസിക് പേ, അലവൻസ്, പെർക്വിസിറ്റ്സ്, പ്രോഫിറ്റ് ഇൻ ലിയു ഓഫ് സാലറി, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, ഇങ്ങനെയാണ് കേട്ടോ. സോ ഇതാണ് സെക്ഷൻ 17. ഇത്രയും കാര്യങ്ങൾ, പിന്നെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ, ഇത്രയും കാര്യങ്ങൾ ആണ് ഇതിൽ സാലറി എന്ന് പറയുന്ന ഈ ഒരു 17 എന്ന് പറയുന്ന സെക്ഷൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുണ്ട്. ഇനി നമുക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഈ എന്താണ് അലവൻസും പെർക്വിസിറ്റും, ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ. അലവൻസ് ആൻഡ് പെർക്വിസിറ്റ്സ്. അലവൻസ് എന്ന് പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം. അലവൻസ് എന്താ? അലവൻസ് എന്ന് പറയുന്നെങ്കിൽ ഇപ്പോൾ ഒരു എംപ്ലോയർ, ആ എംപ്ലോയിക്ക്, അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് എന്തെങ്കിലും പണമായിട്ട് എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഒരു എംപ്ലോയറാണ് കേട്ടോ. ഇതൊരു വീടാണെന്നല്ല, ഇതൊരു എംപ്ലോയറായിട്ട് കണ്ടാൽ മതി. ഓക്കെ,
ഈ എംപ്ലോയർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, മേ ബി അതൊരു കമ്പനി ആവാം, അതൊരു ഗവൺമെൻറ് സ്ഥാപനമാവാം, അതൊരു പ്രൈവറ്റ് ഫേം ആവാം അല്ലേ, പ്രൈവറ്റ് സ്ഥാപനമാവാം. അപ്പോൾ കമ്പനി, ഗവൺമെൻറ് ആവാം, വേണമെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഒരു HUF ആവാം. ഓക്കെ, സോ എന്താണ് ഒരു എംപ്ലോയർ എന്ന് പറയുന്നതൊക്കെ എംപ്ലോയർ ആട്ടോ, ഇയാൾ എംപ്ലോയറാണ്, എംപ്ലോയർ. എംപ്ലോയർ മേ ബി എ കമ്പനി, എ ഫേം, അല്ലേ, ആൻ HUF, ഈവൻ ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയാവാം. ഓക്കെ, അതാണ്. ദെൻ ഇതൊക്കെ എംപ്ലോയീസാണ്, ഈ കാണുന്നൊക്കെ എംപ്ലോയീസാണ്. സപ്പോസ് നമ്മളാണ് കേട്ടോ എംപ്ലോയീസാണ്. അപ്പോൾ ഇതൊരു സ്ഥാപനമാണ്, ഗവൺമെൻറ് സ്ഥാപനമാണ്, ഇതിലൊരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊരു എംപ്ലോയർ എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫറാണ്. അപ്പോൾ പുറത്തേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ അയാൾക്ക് അവിടെ താമസിക്കണം, പുറത്ത് താമസിക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ അയാൾ അവിടെ ഒരു വീട് വാടകയ്ക്ക് റെൻറ്റിന് കിട്ടും, റെൻറ്റ്. അയാൾ റെൻറ്റ് കൊടുക്കുന്നത് പ്രതിമാസം ഒരു 2500 രൂപ പെർ മന്ത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഒരു വർഷത്തിൽ എത്ര ഉണ്ടാവും നമുക്കറിയാം, ഇൻറ്റു 12 വെച്ചാൽ നമുക്ക് കിട്ടും. അത്രയും സംഖ്യ അയാൾ എന്ത് ചെയ്യും, ഒരു വർഷത്തിൽ അയാൾക്ക് റെൻറ്റ് കൊടുക്കുന്നുണ്ട്. അയാൾക്ക് ഒരു ചിലവ് തന്നെയാണ്. അപ്പോൾ ആ ചിലവിലേക്ക് നമ്മുടെ എംപ്ലോയർ എന്ത് ചെയ്യും, ഒരു 2000 രൂപ മാസത്തിൽ കൊടുക്കുകയാണ്, പണമായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇയാൾക്ക് കൊടുക്കുന്ന ഈ അലവൻസ്, ഇതിനെ നമ്മൾ HRA എന്നാണ് വിളിക്കുക, HRA, ഹൗസ് റെൻറ്റ് അലവൻസ്, ഹൗസ് വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന അലവൻസ്. ഓക്കെ, 2000 ഇയാൾക്ക് അപ്പോൾ എംപ്ലോയിക്ക് കിട്ടുമ്പോൾ എംപ്ലോയിനെ സംബന്ധിച്ച് അതൊരു ആശ്വാസമാണ്, ഒപ്പം അതെന്തെയാണോ അതിന് ടാക്സബിളുമാണ്. ഓക്കെ, അപ്പോൾ ടാക്സിന് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. സോ ഇങ്ങനെ അലവൻസ് എന്ന് പറയുന്ന സാധനം എംപ്ലോയുടെ കയ്യിൽ നിന്നോ എംപ്ലോയിക്ക് എന്തെങ്കിലുമൊക്കെ അലവൻസ് കിട്ടിയിട്ടെങ്കിൽ അത് എന്താണ്, ടാക്സബിൾ ആണ്. അലവൻസിൽ ഒരുപാട് അലവൻസ് ഉണ്ട്, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ അലവൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പറയുന്നതായിരുന്നു. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, DA, ഡിയർനെസ് അലവൻസ്, ഇങ്ങനത്തെ ഒരുപാട് അലവൻസ് ഉണ്ട്. ഞാൻ ഈ ഉദാഹരണം പറയാനുള്ള കാരണം എന്താണ് അലവൻസും പെർക്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാനാണ്. ഈ വ്യക്തി തന്നെ മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഇയാളെ കേട്ടോ ട്രാൻസ്ഫർ, ഇയാൾക്ക് തന്നെ പണി ട്രാൻസ്ഫർ ആകട്ടോ. അപ്പോൾ ട്രാൻസ്ഫർ ആയപ്പോൾ അവിടെ ഇയാൾ പക്ഷേ റെൻറ്റ് കൊടുത്തിട്ടല്ല താമസിക്കുന്നത്, പകരം എന്താണ്, ഈ എംപ്ലോയർക്ക് അവിടെ ഒരു വീടുണ്ട്, ഒരു ഹൗസ് ഉണ്ട്. അപ്പോൾ എംപ്ലോയർ എന്ത് ചെയ്യാണ്, ആ ഹൗസൊക്കെ നല്ല ഉഷാറാക്കി അയാൾക്ക് ഫുള്ള് ഫർണിഷ് ചെയ്ത് സജ്ജീകരിച്ചിട്ട് ഇയാൾക്കാണ് കൊടുത്തു, നിങ്ങളവിടെ താമസിച്ചോളിയാണ്. അപ്പോൾ ഇയാൾക്ക് പൈസ അല്ല കൊടുക്കണേ, പകരം എന്താണ്, ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കാൻ, വാടകരഹിത താമസ സൗകര്യം, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, റെൻ്റ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് താമസിക്കാം അല്ലേ, അങ്ങനെ നമ്മൾ വിളിക്കാം. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ ടു എംപ്ലോയി. അങ്ങനെയാണെങ്കിൽ ഇതിനെ പെർക്വിസിറ്റ് എന്നാ പറയും. അപ്പോൾ മനസ്സിലായോ എന്താണ് അലവൻസും പെർക്വിസിറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അലവൻസ് എന്ന് പറയുന്നത് നമ്മൾ ക്യാഷായിട്ട് കൊടുക്കുന്നതാണ്. പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത് ക്യാഷേതരം, ക്യാഷ് അല്ല, പകരം എന്താണ്, ബെനിഫിറ്റ് ഓർ അമ്യൂണിറ്റീസ്, അങ്ങനെ എന്തെങ്കിലും മറ്റ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് ഓർ അമ്യൂണിറ്റീസ് പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ ടു എംപ്ലോയീസ്. എന്ത് തന്നെ ആയാലും ഇനി എന്തെങ്കിലും ബെനിഫിറ്റ് ആണ് ക്യാഷ് ആയിട്ടോ അല്ല അതൊക്കെ ആയിക്കോട്ടെ, എനി ബെനിഫിറ്റ് ഓർ അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ബൈ ദി എംപ്ലോയർ ടു എംപ്ലോയി വിൽ ബി ടാക്സിബിൾ അണ്ടർ ഹെഡ് സാലറി എന്നാണ്. ഒക്കെ ഏത് വരും, സാലറി എന്ന് പറയുന്ന ഹെഡിൽ വരും. ഓക്കെ, അത്രയും കാര്യം. അപ്പോൾ അലവൻസ് ആൻഡ് പെർക്വിസിറ്റ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇതിൽ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറി. പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറി. ലീവ് ഓഫ് സാലറി, ലീവ് ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ പല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാറുണ്ട്. സാലറിക്ക് അഡീഷണലായിട്ട്, സാലറിക്ക് പുറമേ അല്ലെങ്കിൽ സാലറിക്ക് പകരമായിട്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഓക്കെ, സോ സാലറിക്ക്, റെഗുലർ സാലറിക്ക് അഡീഷണലായിട്ട് എംപ്ലോയർ എംപ്ലോയിക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സാധാരണ ഗതിയിൽ പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറി എന്ന് പറയുന്ന ഗണത്തിൽ വരും. ഓക്കെ, ഈ പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറിയിൽ പ്രധാനമായിട്ടും വരുന്നത് എന്താണ് അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഉദാഹരണത്തിന് ഈ ജോലിയിൽ നിന്നൊക്കെ ഇയാളെ ടെർമിനേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, ആ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും ക്യാഷൊക്കെ കൊടുക്കാനിരിക്കുക. അങ്ങനെ ഈ ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇയാൾ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഇത്തരത്തിലുള്ള കോമ്പൻസേഷനൊക്കെ ടെർമിനൽ കോമ്പൻസേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ടെർമിനൽ കോമ്പൻസേഷൻ, ടെർമിനൽ കോമ്പൻസേഷൻ ഇതൊക്കെ എന്താണ്, പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറിയുടെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ദെൻ അതുപോലെ തന്നെ കീമാൻ ഇൻഷുറൻസ് പോളിസി, കീമാൻ ഇൻഷുറൻസ് പോളിസി എമൗണ്ട്
റിസീവ്ഡ് ഫ്രം URPF, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പ്രോഫിറ്റ് ഇൻ ലിയോ സാലറിയുടെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്താണ്? റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്നാൽ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് എംപ്ലോയിക്ക് റിട്ടയർമെൻറ്റിന് ശേഷം എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്കറിയാം, ഒരു ഗവൺമെൻറ് എംപ്ലോയീസൊക്കെ ആണെങ്കിൽ അവർക്ക് എത്രയാണ് കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് റിട്ടയർമെൻറ്റിന് ശേഷം പെൻഷൻ, മറ്റു ഗ്രാറ്റുവിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. പെൻഷൻ, പിന്നെ അതുപോലെ ഗ്രാറ്റുവിറ്റി അല്ലേ, PF പ്രൊവിഡൻറ്റ് ഫണ്ട്, പിന്നെ അതുപോലെ എന്താണ് ഏൺഡ് ലീവ് സാലറി എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് എന്ന് പറയുന്ന സംഭവമൊക്കെ എംപ്ലോയി അദ്ദേഹത്തിൻ്റെ പിന്നെ ജോലി കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ലീവ് എടുക്കാതിരിക്കുകയും അത് ബാക്കിയുണ്ടെങ്കിൽ ആ ബാക്കി വന്ന ലീവിനെ പണമാക്കി മാറ്റാനുള്ള ഒരു ഓപ്ഷൻ എംപ്ലോയർ കൊടുക്കാൻ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. അതാണ് ഏൺഡ് ലീവ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, ഇതൊക്കെ കിട്ടുമ്പോൾ എന്താണ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ശേഷമൊക്കെയാണ് സാധാരണഗതിയിൽ വരാറ്. അതൊക്കെ എന്തെയാണ് ഈ ഒരു സാലറി എന്ന് പറയുന്ന ഹെഡ്. ചുരുക്കി പറഞ്ഞാൽ സാലറി എന്ന് പറയുന്ന ഹെഡിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതിലും അപ്പുറം ഒരുപാട് കാര്യങ്ങൾ സാലറിയിൽ വരുന്നുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ഓരോന്നിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തും. നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ സാലറിയെ കുറിച്ച് ഒന്നായിട്ട് എന്താണ് കുത്തി നിറയ്ക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. നമ്മളൊരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കെന്താണ് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാം. എന്താണ് നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യാം, കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് വരാം. അതുവരെ എല്ലാവർക്കും